നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെറുതെ ശ്യാമയ്ക്ക് കൂട്ടിന് പോകാൻ വേണ്ടിയല്ല പറഞ്ഞേ, ഐശ്വര്യക്കും ചെക്കപ്പ് നടത്തണം. ഒരു തവണ ഐശ്വര്യ തന്നെ ഡോക്ടറിനെ കണ്ടെന്ന് പറഞ്ഞു. നേരാ, ആ സ്കാനിംഗ് റിസൾട്ട് ഞാൻ കൊണ്ട് കാണിച്ചത്. അതന്ന് എല്ലാവർക്കും ബോധ്യമായതല്ലേ? എന്താ ആരും ഒന്നും പറയാത്തെ? ശരിക്കും ഞാൻ പ്രഗ്നന്റാ. അതുകൊണ്ടാണല്ലോ ഡോക്ടറെ കാണണം, തുടർ ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞത്. അത് ഞാനും മമ്മിയും കൂടെ പോവാം, അല്ലേ മമ്മി? അതെ, അത് മതി, ഞങ്ങൾ പൊക്കോളാം, അതാ നല്ലത്. ഇനി അത് പറ്റില്ല. അങ്ങനെ മമ്മി മകളും മാത്രം പോയാൽ പറ്റില്ല. രണ്ടാളും റെഡിയായിട്ടല്ലേ ഇരിക്കുന്നേ? നടക്ക്, നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. അമ്മേ, എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല, പിന്നെന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോന്നേ? ഗർഭിണികൾ സമയാസമയങ്ങളിൽ പോയി ചെക്കപ്പ് നടത്തുന്നത് എന്തിനാ? അതിന് തന്നെ. അമ്മേ, എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. അമ്മേ, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാന്ന്. മോള് പറഞ്ഞത് ശരിയാ, കുഞ്ഞിലെ ഇഞ്ചക്ഷൻ പേടി അവൾക്ക്. കുഞ്ഞിലെ ഇവള് UK-ലായിരുന്നേ. UK-ലല്ലെങ്കിലും ഇഞ്ചക്ഷൻ ഇല്ലല്ലോ. അതെയോ? UK-ൽ എന്താ ഇഞ്ചക്ഷൻ നിരോധിച്ചിരിക്ക? അല്ല, അതല്ല, അവിടെ ഇഞ്ചക്ഷന്റെ ആവശ്യമില്ലല്ലോ. ആരെന്ത് പറഞ്ഞാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, എന്റെ കാര്യം ഞാൻ തന്നെയാ തീരുമാനിക്കുന്നേ. അത് ഈ വീട്ടില് പറ്റില്ല. അമ്മേ, അത് എന്റെ മോന്റെ കുഞ്ഞാ നിന്റെ വയറ്റിലുള്ളത്. അപ്പോ അവന്റെ അമ്മ എന്ന നിലയിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കറക്റ്റ് ചെക്കപ്പ് വേണം, അതിനി ഒരു വിട്ടുവീഴ്ചയില്ല. അമ്മേ, ഞാൻ പറയുന്നതൊന്നും ഒന്നും പറയണ്ട, വേഗം പുറപ്പെടണം. ഇല്ല, ഞാൻ വരുന്നില്ല. നീ പോവും, ഇല്ലെങ്കിൽ ഈ നിമിഷം നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അരുൺ, ഗർഭിണിയായ ഭാര്യ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഭയപ്പെടുത്തരുത്. എന്ത് പറഞ്ഞാലും ഇന്ന് ഈ നിമിഷം നീ ഹോസ്പിറ്റലിൽ പോയിരിക്കും. ഇത് ഞാനാ പറയുന്നത്. എന്നെ കൊന്നാലും ഞാൻ വരില്ല. നിന്നോട് വരാനല്ലേ പറഞ്ഞേ? ഏയ് അരുൺ, വേണ്ട, ബഹളമൊന്നും വേണ്ട. ഐശ്വര്യ വരും. ഈ നിമിഷം ഹോസ്പിറ്റലിലേക്ക് വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.